Along with him, I would like to invite the producer Rineesh KN onto the stage. അദ്ദേഹത്തെയും നമുക്ക് സ്നേഹത്തോടു കൂടി തന്നെ വെൽക്കം ചെയ്യാം. And also our music director Bibin Ashok. Yes, the star of the day വേണമെന്ന് നമുക്ക് പറയാം. Yes, we have the music director of our movie Bibin Ashok. അതുപോലെ തന്നെ നമ്മുടെ റൈറ്റ്സ് കൊടുത്തിരിക്കുന്നത് സരിഗമയ്ക്കാണ്. സരിഗമയുടെ ഒഫീഷ്യൽസ് ബിനു സേവിയർ, അദ്ദേഹത്തിനെ ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. Alright, so here we have, എനിക്ക് തോന്നുന്നു നമ്മുടെ ക്യാപ്റ്റൻ തന്നെ തുടങ്ങിക്കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. ഞാൻ ഇവരോട് ആക്ച്വലി പറയായിരുന്നു, കോഴിക്കോട് എന്ന് പറയുമ്പോൾ ഇവിടെ നിന്ന് കിട്ടുന്ന ഒരു എനർജി, ഇവർ തരുന്ന ഒരു എനർജി എന്ന് പറഞ്ഞാൽ ഭയങ്കര അമേസിംഗ് ആണെന്ന് ഞാൻ പറയായിരുന്നു. സോ ഹൗ ഡു യു ഫീൽ അബൌട്ട് ദെയർ എനർജി? ആൻഡ് ഓഫ് കോഴ്സ് സാഹസം മൂവി വെരി സൂൺ തിയേറ്ററിലേക്ക് എത്തിയാണ്. ആൻഡ് 21 ഗ്രാംസ് എന്ന ചിത്രത്തിന് ശേഷം അടുത്ത പടമാണ് സാഹസം. ഐ എം പ്രിറ്റി ഷുവർ എക്സൈറ്റ്മെന്റ് ഒക്കെ വളരെ കൂടുതലായിരിക്കും. സോ എല്ലാ എക്സ്പീരിയൻസും ഷെയർ ചെയ്യാം. ഹലോ, നമസ്കാരം കോഴിക്കോട്. എൻ്റെ പേര് ബിബിൻ എന്നാണ്. ഇപ്പോൾ പറഞ്ഞിട്ടുണ്ടാവും, ബിബിൻ കൃഷ്ണ. ഞാൻ ഈ സാഹസം എന്ന മൂവിയുടെ ഡയറക്ടറാണ്. മുമ്പ് ചെയ്ത മൂവി 21 ഗ്രാംസ് ആണ്. ഇപ്പോൾ പറഞ്ഞ പോലെ ഭയങ്കര സന്തോഷമുണ്ട്. കാരണം കോഴിക്കോട് ഒരു സിനിമയുടെ കാര്യമായിട്ട് ഞാൻ വരുന്നത് ആദ്യമായിട്ടാണ്. ഞാനൊരു കോഴിക്കോട്ടുകാരനാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് ഇവിടെ വന്ന് നിൽക്കാൻ പറ്റിയതിൽ. ഞാൻ മാത്രമല്ല, ഈ സിനിമയിലുള്ള പ്രൊഡ്യൂസർ, മ്യൂസിക് ഡയറക്ടർ, അങ്ങനെ കുറേ പേര് കോഴിക്കോട് നിന്നുള്ളവരാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്കിത് വളരെ സ്പെഷ്യലാണ്. എസ്പെഷ്യലി ഓഡിയോ ലോഞ്ച്. കാരണം ഞങ്ങളുടെ ഓണം മോഡ് സോങ് അത്യാവശ്യം നന്നായിട്ട് നിങ്ങളെല്ലാവരും ഏറ്റെടുത്തു. അതിനുശേഷം സന്തത സഖീപ കേട്ട പാട്ടും അത്യാവശ്യം നന്നായിട്ട് എല്ലാവരും ഏറ്റെടുത്തു. അപ്പോൾ ഇനി ഒരുപാട് ഇന്നൊരു പുതിയ പാട്ട് ലോഞ്ച് ചെയ്യുന്നു. 7ഓളം പാട്ടുകളുണ്ട് ഈ സിനിമയിൽ. അപ്പോൾ എല്ലാ പാട്ടുകളും നന്നായിട്ട് വർക്കായിക്കൊണ്ടിരിക്കുന്ന ഈ സമയത്ത് ഓഡിയോ ലോഞ്ചിന് തന്നെ ഇവിടെ എത്താൻ പറ്റിയ ഒരുപാട് സന്തോഷം. സരിഗമയ്ക്ക് വേണ്ടി വിൻചേട്ടൻ ഇവിടെ ഉണ്ട്. അപ്പോൾ കൂടുതലൊന്നും പറയാനില്ല. ഓഗസ്റ്റ് 8-നാണ് സിനിമ റിലീസ് ചെയ്യുന്നത്. എല്ലാവർക്കും വളരെ എൻ്റർടൈൻഡ് ആയിട്ട് കാണാൻ പറ്റുന്ന, രസകരമായിട്ട് കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു കളർഫുൾ എൻ്റർടൈനറാണ് ഞങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിച്ചത്. സോ ഹോപ്പ്ഫുള്ളി യു ഡോണ്ട് ലൈക്ക് ഇറ്റ്. ഓഗസ്റ്റ് 8-ന് എല്ലാവരും കണ്ട് അഭിപ്രായങ്ങൾ പറയുക. ഇഷ്ടപ്പെട്ടാൽ ഡെഫിനറ്റ്ലി എല്ലാവരോടും കാണാൻ പറയും. താങ്ക് യു. Thank you very much. And we have Rineesh എനിക്ക് തോന്നുന്നു 21 ഗ്രാംസ് അതിനുശേഷം ഫീനിക്സ് വേൾഡ് അടിപൊളി മൂവി, അതിനുശേഷമാണ് സാഹസം തിയേറ്ററിലേക്ക് എത്തുന്നത് ഈ വരുന്ന ഓഗസ്റ്റ് 8-ാം തീയതി. സോ what you want to tell them? ബിബിൻ പറഞ്ഞ പോലെ കോഴിക്കോട് ഒരു ഞങ്ങളുടെ സിനിമയുടെ പ്രൊമോഷന് വേണ്ടി വരാൻ പറ്റിയത് വളരെ സന്തോഷം. ഞാനും ബിബിനും കോഴിക്കോടാണ്. ഞാൻ പയ്യോളിയാണ്. ചിലപ്പോൾ പയ്യോളിൽ ആരെങ്കിലൊക്കെ ഇവിടെ ഉണ്ടാവുമായിരിക്കും. ഇവിടെ വരാൻ പറ്റിയതിൽ വളരെ കൈയടിക്കുന്നുണ്ടായിരിക്കും. ഓക്കെ, വളരെ സന്തോഷം. ഞങ്ങളുടെ ഒരു 21 ഗ്രാംസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇതും സാഹസവും വളരെ നല്ല, നിങ്ങളിപ്പോൾ ട്രെയിലർ കണ്ടു കാണും. സോ തിയേറ്ററിൽ പോയി കാണുക, ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുക. ഇതൊരു കോഴിക്കോടുകാരുടെ സിനിമയായിട്ട് കാണാൻ. ബിബിനും വടകരക്കാരനാണ്, കോഴിക്കോടുകാരാണ് ഞങ്ങളെല്ലാവരും. അതിനേക്കാളുപരി ഇവിടെ ഈ ഒരു ഹൈലൈറ്റ് മാൾ ഈ ഒരു സിറ്റുവേഷനിൽ വന്ന് നിൽക്കാൻ പറ്റിയത് വളരെ സന്തോഷം. ഞങ്ങളുടെ ഈ ഒരു പ്രോഗ്രാമിന് വന്നതിൽ നിങ്ങളെയൊക്കെ കാണാൻ പറ്റിയതിൽ വളരെ സന്തോഷം. താങ്ക് യു. Thank you very much. And here we have our music director Bibin Ashok. Yes, അദ്ദേഹത്തിന് നല്ലൊരു കൈഡി കൊടുക്കണം. Because we are going to do the grand launch, our audio launch here. So എന്താണ് നമ്മുടെ ഓഡിയൻസിനോട് പറയാനുള്ളത്? By the way, എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് സോങ് ഇസ് വിധുമുഖിയെ. ആൻഡ് എനിക്ക് തോന്നുന്നു അതിനുശേഷം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ this song is definitely going to hit the playlist of many of us. So please. ഇവരെ പറഞ്ഞ പോലെ തന്നെ ഞാനും ഒരു കോഴിക്കോട്ടുകാരനാണ്, വടകരയാണ് എന്നാണ്. ഭയങ്കര സന്തോഷമുണ്ട് സ്വന്തം നാട്ടിൽ ഇങ്ങനെ മറ്റേത് നിൽക്കാൻ പറ്റിയത്. പിന്നെ ഇതിൽ അത്യാവശ്യം ഒരു 7ഓളം പാട്ടുകളുണ്ട്. അപ്പോൾ 2 റിലീസ് ചെയ്തു. ഇപ്പോൾ മൂന്നാമത്തെ ഇപ്പോൾ ഒരു അരമണിക്കൂർ മുന്നേ റിലീസ് ചെയ്തു. ഇനിയും പാട്ടുകൾ വരാനുണ്ട്. പടം 8-ാം തീയതി റിലീസാണ്, ഓഗസ്റ്റ് 8-ന്. അപ്പോൾ പടം എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കണ്ട് സപ്പോർട്ട് ചെയ്യുക. എന്തായാലും ഒരിക്കലും നിരാശപ്പെടേണ്ടി വരില്ല എന്നാണ് നമ്മുടെ വിശ്വാസം. എന്നാലും സപ്പോർട്ട് ചെയ്യാം. Thank you so much. And of course സരിഗമയുടെ ഒഫീഷ്യൽസ് ഇന്ന് നമ്മുടെ കൂടെ എത്തിയിട്ടുണ്ട്. നമസ്കാരം കോഴിക്കോട്. ഞാൻ ഒരു ഓഡിയോ ഫംഗ്ഷനായിട്ട് ആദ്യമായിട്ടാണ് കോഴിക്കോട് നിന്നത്.
വിപിൻ്റെ കൂടെ രണ്ടാമത്തെ സിനിമയാണ് ഞങ്ങൾ അസോസിയേറ്റ് ചെയ്യുന്നത്. ആദ്യത്തെ പടം മന്ദാകിനിയായിരുന്നു. അതിലെ വട്ടയപ്പം സോങ് വളരെ കിട്ടാറുണ്ട്. പിന്നെ വിപിൻ വിളിച്ച് ഈ പടത്തെക്കുറിച്ച് പറയുമ്പോൾ പാട്ട് കാണാൻ പോവുകയും ഫസ്റ്റ് പാട്ട് ഓണമൂടാണ് കേട്ടത്. അപ്പോൾ തന്നെ പാട്ട് മൊത്തത്തിൽ മൂടായി. പിന്നെ അതിനുശേഷം വന്ന പാട്ട് സന്ദർശിയായിരുന്നു. അത് ബ്യൂട്ടിഫുൾ റൊമാൻറ്റിക് മെലഡി ആയിരുന്നു. അത് കേട്ടപ്പോൾ തന്നെ ഞാൻ ഓൾമോസ്റ്റ് ഫിക്സ് ചെയ്ത് ഞാൻ ഇത് എടുത്തിരിക്കുന്നുള്ളത്. പിന്നെ ഒരു പാട്ട്, ഒരു റാപ്പ് സോങ് കേട്ടു, അതിന്ന് റിലീസായിട്ടുണ്ട്. അത് ഇമ്പാച്ചിയാണ് പാടിയിരിക്കുന്നത്. ആൻഡ് ഒരു ഫോർത്ത് സോങ്ങും വീണ്ടും ഒരു മെലഡി കേട്ടു. അത് ആര് പാടുന്നുള്ള ഒരു കൺഫ്യൂഷൻ ഞങ്ങളൊരു ചോയ്സ് ഫിക്സ് ചെയ്തു. ചിന്മയാണ് പാടിയിരിക്കുന്നത്. നെക്സ്റ്റ് സോങ് ആയിരിക്കും അത് വരുന്നത്. ചിന്മയാണ് പാടിയിരിക്കുന്ന പാട്ട്. അപ്പോൾ നെക്സ്റ്റ് സോങ് മിക്കവാറും ചിന്മ പാടിയ പാട്ടായിരിക്കും. വിപിനായിട്ട് അസോസിയേറ്റ് രണ്ടാം സിനിമയാണ്. ഇനി എല്ലാ പടങ്ങളും ഞാനും വിപിൻ തന്നെ എനിക്ക് അസോസിയേറ്റ് ചെയ്യുന്നത്. രനീഷിനെ ഇതിനു മീറ്റ് ചെയ്തിരുന്നു. വിപിൻ കൃഷ്ണനും ഞങ്ങളും എല്ലാവരും ഒരു കോർഡിനേഷനുണ്ട്. അതിൻ്റെ ഫലമായിട്ട് അത്യാവശ്യം പാട്ടുകളൊക്കെ നന്നായിട്ട് പോകുന്നുണ്ട്. ഇപ്പോൾ സന്ദർശകി ആദ്യം ഇറങ്ങിയ സമയത്ത് കുറച്ച് പിക്ക് ചെയ്തു. റംസാൻ്റെയും ഗൗരിയുടെയും വീഡിയോ വന്നതിന് ശേഷം അതൊരു നല്ലൊരു ബൂമായിട്ടുണ്ട്. ഇപ്പോൾ എല്ലാവരും റീൽസിലെല്ലാവരും അത് റീക്രിയേറ്റ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അത്യാവശ്യം നല്ല രീതിക്ക് നല്ല ഫോളോവേഴ്സും യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും സ്പോട്ടിഫൈയിലൊക്കെ നല്ല രീതിക്ക് പാട്ട് വർക്കുണ്ട്. വളരെയധികം സന്തോഷം. എല്ലാ സിനിമ തിയേറ്ററിൽ കാണുക. തിയേറ്ററിൽ പോയി ഒരു ആഘോഷമാക്കാം. ഓണം മൂഡ് മൊത്തത്തിലൊരു മൂടാക്കി എടുക്കുക തിയേറ്ററിൽ. താങ്ക് യു. തീർച്ചയായും അദ്ദേഹം പറയുമ്പോൾ തന്നെ ഈ ഒരു ഓണത്തിന് ഈ സിനിമ എല്ലാവരും മലയാളികൾ എല്ലാവരും ആഘോഷിക്കട്ടെ. അതുപോലെ തന്നെ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ഫെജോയുടെ ഒരു ലൈവ് പെർഫോമൻസ് ഈ ഒരു ഇവന്റിന്റെ അവസാനം ഇവിടെ ഉണ്ടായിരിക്കുന്നതാണ്. ആൻഡ് ഐ എം ഷുവർ ഇവരെല്ലാവരും അതിന് വേണ്ടിയിട്ട് വളരെ എക്സൈറ്റഡ് ആയിട്ട് വെയിറ്റ് ചെയ്യാണ്. പക്ഷേ നമുക്ക് കുറച്ച് പണി ബാക്കിയുണ്ട് അല്ലേ? യെസ്, നമ്മൾ ഇന്നിവിടെ എത്തിയിരിക്കുന്നത് ഫോർ ദ ഗ്രാൻഡ് ഓഡിയോ ലോഞ്ചിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇവർ മാത്രം പോരാ, നമ്മുടെ സ്റ്റാർസ് എല്ലാവരും ഇവിടെ ഇരിപ്പുണ്ട്. സോ ഇറ്റ്സ് ടൈം ടു വെൽക്കം ദം ഓൺ ടു ദ സ്റ്റേജ്. Are you ready to welcome them? Pora, Shakti Pora. Are you ready, Kozhikode? All right, ladies and gentlemen, put your hands together as we welcome the one and only Ramzan onto the stage. Yes. And along with him, here we have the prettiest, beautiful, amazing actress. Here we have Gauri. Let's give it up, guys. നിങ്ങളുടെ കൈയടി ഒന്നും നിലയ്ക്കാതിരിക്കട്ടെ. നിറഞ്ഞ കൈയടി ഓരോരുത്തർക്ക് കൊടുക്കാം. അതുപോലെ തന്നെ we have the amazing actor Bhagat Manuel. അദ്ദേഹത്തെ നമുക്ക് വെൽക്കം ചെയ്യാം. ആൻഡ് ഫാമിലി മെമ്പേഴ്സിന്റെ ഏറ്റവും പ്രിയപ്പെട്ട നമ്മുടെ സ്വന്തം ജീവശേഖരൻ. Here we have Jiva. Yes. Sachin. Yes. നമ്മുടെ എല്ലാവരുടെയും one of the favorites, Sachin Shetty and Tessa. Here we have beautiful actress Tessa. Along with her, I would like to welcome the talented Varsha and also the most amazing Jayashree Hari and Karthik onto the stage. ഇവിടെ നിൽക്കുന്ന എല്ലാവർക്കും ഈ entire cast and crew-ന് വേണ്ടിയിട്ട് Kozhikode, just give it up for that. Come on, everyone. All right, yes, let's keep up that energy. അപ്പോൾ എനിക്ക് തോന്നുന്നു ഫ്രെയിം എല്ലാം അടിപൊളിയാണ്. യു ആർ ലുക്കിംഗ് വെരി പ്രിറ്റി, ഹാൻസം, അമേസിംഗ്. സോ ഇറ്റ്സ് ടൈം ഫോർ ദാറ്റ് മ്യൂസിക് ഓഡിയോ ലോഞ്ച്. അതിന് വേണ്ടിയിട്ട് ഐ വുഡ് ലൈക്ക് ടു പാസ് ഓൺ ദിസ്. യെസ്, നമുക്ക് മ്യൂസിക് ഡയറക്ടറിനെയും എല്ലാവരും ഒന്ന് ഫ്രണ്ടിലേക്ക് വിളിക്കാം. ഐ വാണ്ട് യു ഓൾ ടു ബി ഹിയർ. യെസ്, എനിക്ക് തോന്നുന്നു കുറച്ചൊന്ന് ഫ്രണ്ടിലേക്ക് വന്ന് എല്ലാവരും രണ്ട് സൈഡിലേക്ക് നിന്ന് കഴിഞ്ഞാൽ ഇറ്റ് ബി റിയലി നൈസ്. വി വാണ്ട് എവരിബഡി ടു ബി ഓൺ ക്യാമറ. ഓൾറൈറ്റ് എവരിബഡി, ലെറ്റ്സ് ഡു ഇറ്റ്. നിങ്ങളുടെ കൈയ്യടി വേണം. ചെയ്യട്ടെ. Here we are presenting the Sahasam grand audio launch along with the cast and crew members of Sahasam movie. We have our director Vivek Krishna, the production house is Ranjo, which is gonna hit their theaters on August 8th. Here we have
Homes 4, directed by Bibin Krishna and releasing on August 8th. Alright, thank you so much. And I'm requesting all the artists to stay back. And തീർച്ചയായിട്ടും നമ്മുടെ co-writer യദു അദ്ദേഹം ഈ വേദിയിൽ നമ്മുടെ കൂടെ എത്തിച്ചേർന്ന് വെച്ചിട്ട് അദ്ദേഹത്തിനും നല്ലൊരു കൈയടി കൊടുക്കാം. Here we have our co-writer യദു. വയ്ക്കുന്ന ആദ്യം നമുക്ക് യദു ചേട്ടന് മൈക്ക് ഒളിച്ചിരിക്കില്ലേ, ഫ്രണ്ടിലേക്ക് വരും. യെസ്, നമസ്കാരം. കൂടുതലൊന്നും പറയാനില്ല. പിറകിയ പാട്ടുകളെ പോലെ ഇനി ഇറങ്ങുന്ന പാട്ടുകളെ സപ്പോർട്ട് ചെയ്യുക. പടം ഓഗസ്റ്റ് 8-ന് റിലീസാവും, കാണുക. താങ്ക് യു സോ മച്ച്. അപ്പൊ എനിക്ക് തോന്നുന്നു ഇനി നമ്മുടെ ആർട്ടിസ്റ്റുകൾ എല്ലാവരും ചെറിയൊരു ഇന്ററാക്ഷൻ പരിപാടികളൊക്കെ ഉണ്ട്. താങ്ക് യു വെരി മച്ച്. യു ആൾ ക്യാൻ ടേക്ക് യുവർ സീറ്റ്. നല്ലൊരു കൈയടി കൊടുത്ത് നമുക്ക് ലെറ്റ്സ് മേക്ക് ദം സീറ്റഡ്. ആൻഡ് ഹിയർ വി ഹാവ് ഓൾ ദി ആർട്ടിസ്റ്റ് റൈറ്റ് ഹിയർ, റൈറ്റ് ഇൻ ഫ്രണ്ട് ഓഫ് യു. നിങ്ങൾ എല്ലാവരും, അതെനിക്ക് തോന്നുന്നു അവർക്ക് എല്ലാവർക്കും നിങ്ങൾ എല്ലാവരെയും കാണണം. അപ്പൊ ഒന്ന് നേരെ നിന്ന് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. സോ വി ക്യാൻ ക്യാപ്ചർ ഇറ്റ് ഇൻ ദ ക്യാമറ ആസ് വെൽ. ഓക്കെ, ഓൾറൈറ്റ് എവരിവൺ. അപ്പോൾ ഞാൻ ഇന്ന് ആരിൽ നിന്ന് തുടങ്ങണം എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഐ തിങ്ക് റംസാൻ അല്ലേ? റംസാനിൽ നിന്ന് തുടങ്ങിയാലോ? വേണോ വേണ്ടോ? എവിടെ റംസാൻ ഫാൻസ്? ഓക്കെ, യെസ്. എനിക്ക് തോന്നുന്നു കുറച്ചധികം മലയാളം പടങ്ങൾ എനിക്ക് നമ്മുടെ മനസ്സിലേക്ക് എത്തുന്ന കുറച്ച് ക്യാരക്ടേഴ്സ് ചെയ്തതിനു ശേഷം ഒരു ത്രൂ ഔട്ട് മൂവി, ഒരു ക്യാരക്ടർ ഈ ഒരു പടത്തിലൂടെയാണ് വരുന്നത്. റംസാൻ ഓൾറെഡി മൈക്ക് എടുത്തിട്ട് പറയാൻ തുടങ്ങിയായിരുന്നല്ലോ, എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അന്ന് ആയിക്കോട്ടെ എന്തെങ്കിലും പറഞ്ഞോട്ടെ എന്ന്. ബട്ട് ദ സ്റ്റേജ് ഇസ് ഓൾ യുവേഴ്സ് ആൻഡ് വി ആർ ലിസണിംഗ് ടു യു. പ്ലീസ് ഗോ അഹെഡ്. നമസ്കാരം കോഴിക്കോട്. സത്യമായിട്ട് ഞാനിവിടെ എത്തുന്നവരെ എനിക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു. ഇതുപോലൊരു എന്താ പറയുക, ഞങ്ങൾക്ക് ഇത് വലിയൊരു പടമാണെങ്കിലും ഓഡിയൻസിന് സാധാരണ ഒരു വെള്ളിയാഴ്ച ഇറങ്ങുന്ന പടമാണ്. റെസ്പോൺസ് കേട്ടിട്ടാണ് കാര്യങ്ങളൊക്കെ തീരുമാനിക്കുക. എന്നാലും ഞങ്ങളുടെ ഈ പടത്തിന് ഇത്രയും ആളുകളോട് കൂടുതൽ ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല. താങ്ക് യു സോ മച്ച്, റിയലി ഫ്രോം മൈ ഹാർട്ട്. ആൻഡ് സാഹസം ഈ വരുന്ന ഓഗസ്റ്റ് 8-ാം തീയതി തിയേറ്റേഴ്സിലേക്ക് എത്തിയാണ്. നേരത്തെ പറഞ്ഞ പോലെ ഒരു ലീഡ് ക്യാരക്ടർ ചെയ്യുന്നൊരു പടമാണ്. ഡാൻസിന് കോഴിക്കോട് നിന്നും കാസർഗോഡും കണ്ണൂരിൽ നിന്നും കിട്ടിയ സ്നേഹമൊക്കെ എനിക്ക് പണ്ടേ അറിയാം. അതേ സപ്പോർട്ട് എനിക്ക് ഇതിലുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. പ്രത്യേകിച്ച് ഇപ്പോൾ ഒന്നും പറയാനില്ല. താങ്ക് യു സോ മച്ച്. താങ്ക് യു വെരി മച്ച്. ഇനി അടുത്ത് നമുക്ക് ലെറ്റ്സ് പാസ് മൈക്ക് ടു ഗൗരി. നമസ്കാരം കോഴിക്കോട്. ഇല്ല പറഞ്ഞോളൂ. ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. കോഴിക്കോട് ഞാൻ ഒരു കുറച്ച് പ്രാവശ്യം വന്നിട്ടുള്ളൂ. പക്ഷെ എപ്പോൾ വന്നാലും ഭയങ്കര ഇവിടുത്തെ വാംത്ത് എനിക്ക് ഭയങ്കര എപ്പോഴും ഫീൽ ചെയ്യാറുണ്ട്. ഇവിടുത്തെ ഫുഡ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എപ്പോഴും സാഹസത്തിൻ്റെ പ്രൊമോഷൻ ഭാഗമായിട്ട് വരുന്നു എന്ന് പറയുമ്പോൾ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു നിങ്ങളെയൊക്കെ കാണാൻ. സോ താങ്ക് യു സോ മച്ച്. ഹായ്. സാഹസം ഓഗസ്റ്റ് 8-ാം തീയതി റിലീസാണ്. ഞങ്ങളുടെ എല്ലാ പാട്ടിനും അടിപൊളി റെസ്പോൺസ് ഉണ്ടായിട്ടുണ്ട്. സോ ഐ എം വെരി ഹാപ്പി അബൌട്ട് ദാറ്റ്. ഒരു അടിപൊളി മൂവി ആയിരിക്കും. ഓണത്തിൻ്റെ ഒരു മൂഡ് പോലെ തന്നെ ഒരു വിഷ്വൽ ട്രീറ്റ് ആയിരിക്കും. ഞങ്ങളുടെ ടെക്നിക്കൽ സൈഡും വളരെ സ്ട്രോങ് ആണ്. നിങ്ങളിപ്പോൾ പാട്ട് കേട്ടു. ഇന്ന് 3ാമത്തെ പാട്ട് ഇറങ്ങി. വിപിൻ അശോകിൻ്റെ ടാലൻറ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്ന് അറിയും എന്നാണ് എൻ്റെ വിശ്വാസം. സോ ഇന്ന് ഓഡിയോ ലോഞ്ച് എന്നുള്ളൊരു ദിവസം വളരെ സ്പെഷ്യലാണ് ഞങ്ങൾക്ക്. അത് നിങ്ങളുടെ കൂടെ ഷെയർ ചെയ്യാൻ പറ്റിയതിൽ ഭയങ്കര സന്തോഷം. സോ താങ്ക് യു സോ മച്ച്. പടം കാണുക. ഫാമിലിയുടെ കൂടെ കാണാൻ പറ്റിയ സിനിമയാണ്. സോ ഒന്നും ആലോചിക്കേണ്ട, ടിക്കറ്റ് ബുക്ക് ചെയ്ത് അങ്ങ് പോയി കാണുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അനുഗ്രഹവും സപ്പോർട്ടും വേണം. താങ്ക് യു സോ മച്ച്. താങ്ക് യു വെരി മച്ച്. ഇപ്പോൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ നേരത്തെ ഇവിടെ സോങ് പ്ലേ ചെയ്തപ്പോൾ കവളത്ത് നല്ല ചുവന്ന കവളത്ത് നല്ല പാടുണ്ടായിരുന്നല്ലോ. ഇതിൽ ഈ കൂട്ടത്തിൽ ആരാ അടിയടിച്ചത്? അത് പറയാൻ പറ്റില്ല. ഓഗസ്റ്റ് 8-ാം തീയതി പോയിട്ട് ഗൗരിയുടെ കവളിൽ ആരാണ് അടിച്ചതെന്ന് നമ്മൾ കണ്ടുപിടിക്കണം അല്ലേ? അമ്മാരി അടിയായി പോയി ആണല്ലേ? ഓക്കെ ഫൈൻ. ആരടിച്ചതാണെങ്കിലും ശരിക്കും അടിച്ചതാണോ? അത് അല്ല, അങ്ങനെ നമുക്ക് ഞങ്ങളുടെ സെറ്റ് അബ്യൂസീവ് അല്ല. പക്ഷെ അത് ഷൂട്ട് ചെയ്ത സമയത്ത് അവർക്ക് ടാഗ്ലിംഗ് കിട്ടിയിട്ടോ, ഞങ്ങളുടെ സെറ്റ് അബ്യൂസീവ് അല്ല. ഓക്കെ, എന്ന് വെച്ചാൽ ഓഫ് കോഴ്സ് സിനിമ എന്നുള്ളൊരു ലിബർട്ടി ഞങ്ങൾ യൂസ് ചെയ്തു. പക്ഷെ ആ ഒരു സീൻ
സീക്വൻസിന് അങ്ങനെ കാണിക്കേണ്ടി വന്നു. പക്ഷെ അല്ലാതെ ആരും എന്നെ ഉപദ്രവിച്ചിട്ടൊന്നുമില്ല. ശരിടാ. വളരെ ക്യൂട്ടായി ചെയ്തതിൽ ആരും എന്നെ ഉപദ്രവിച്ചിട്ടില്ല. നിങ്ങൾ ആരും പേടിക്കണം. എനിവേസ് ഓഗസ്റ്റ് 8 ഞങ്ങൾ പോയിട്ട് പടം കണ്ടിട്ട് തീരുമാനിക്കാം ആ അടി ആരുടെ അടുത്ത് നിന്നാണ് കിട്ടിയതെന്ന്. ഓക്കെ, സോ അടുത്തതായിട്ട് നമ്മുടെ സ്വന്തം ശബരീഷ് ചേട്ടൻ. കൈയുടെ ഇവിടെ കോഴിക്കോട്. എല്ലാവർക്കും നമസ്കാരം. വളരെയധികം സന്തോഷമുണ്ട്. ഈ മാക്സിമം ആൾക്കാർ വന്ന് നിന്ന് കാണുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. കൂടുതലൊന്നും പറയാനില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഫെജോയുടെ പെർഫോമൻസ് കാണാനാണ് ഞാനും ഇവിടെ വന്നിരിക്കുന്നത്. ഏത് മൂഡ്? ഫെജോയുടെ മൂഡ് വേണ്ടിയിട്ട് നമുക്ക് കാത്തിരിക്കാം. ഇവരെല്ലാവരും ഇതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞു. എനിക്കൊരൊറ്റ കാര്യം പറയാനുള്ളത്, വീണ്ടും ഇവിടെ എല്ലാവരും പറയും ഓഗസ്റ്റ് 8 പടം റിലീസാണ്. സാഹസം തിയേറ്ററിൽ നിങ്ങൾ കാണുക. ഒരു പുതിയ നായകൻ നിങ്ങളുടെ മുന്നിലേക്ക് വരികയാണ്. അത് റംസാന്റെ ഡാൻസ് നിങ്ങളെല്ലാവരും ഏറ്റെടുത്തു. ഇനി അഭിനയം കാണുക. റൊമാൻസ് ചെറുതായിട്ട് കണ്ടു, അതിൽ കൂടുതലും സിനിമയിലുണ്ട്. ഓഗസ്റ്റ് 8 നമുക്ക് തിയേറ്ററിൽ കണ്ടുകൂട്ടാം. ഒരുപാട് സന്തോഷം ഇവിടെ വന്ന് നിന്നതിൽ. നമുക്ക് ഇനി ഒരുപാട് ആൾക്കാർ അടുത്ത ആളെ വിളിക്കാം. തീർച്ചയായിട്ടും ശബരീഷേട്ടൻ പറഞ്ഞ തന്നെ ഫെജോയുടെ പെർഫോമൻസിന് വേണ്ടിയിട്ടാണ് നമ്മൾ എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷെ കോഴിക്കോട് വന്നിട്ട് ശബരീഷേട്ടൻ്റെ കൂടെ ഒരു പാട്ട് പഠിക്കേണ്ടി വിടരുത് എന്ന് ഇവർ ഓൾറെഡി എന്നോട് പറഞ്ഞു. ശബരീഷേട്ടാ ഇല്ലേ? യെസ് ഇല്ല എന്നാണല്ലോ കേട്ടത്. ഇല്ലേ മക്കളെ? യെസ്, കണ്ടോ ആ സുന്ദരികളായ കുട്ടികൾ ശബരീഷേട്ടാ പാടുമെന്ന് നിർബന്ധിക്കുന്നു. ഒരു തൊണ്ട നല്ല കോലത്തിലാണ്. എന്തായാലും സന്തോഷം. ഞങ്ങൾക്കും ഒത്തിരി സന്തോഷം. ഇനി ആ മൈക്ക് നമുക്ക് ഭഗത്തേട്ടന് പാസ് ചെയ്യാം. ഭഗത്തേട്ടാ, ആക്ച്വലി ഭഗത്തേട്ട സ്ക്രീനിൽ വരുന്നതാണ് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ കുറച്ച് നാൾ കണ്ടില്ല, പിന്നെയും വന്നു. ഈ ഒരു മൂവിയിലൂടെ വീണ്ടും വന്നു എന്നൊക്കെ. ഓക്കെ, ഈ ഒരു മൂവിയിലൂടെ ഞങ്ങൾക്ക് ഒരു അടിപൊളി ക്യാരക്ടർ ഒന്ന് വി ആർ വെരി ഷുവർ അബൌട്ട് ദാറ്റ്. എന്താണ് ഓഡിയൻസിനോട് പറയാനുള്ളത്? ഒന്ന്, ഞാൻ എപ്പോഴും ചെയ്യുന്നത് കൂട്ടുകാരനായിട്ടായിരിക്കും. ഇതിനകത്ത് കൂട്ടുകാരനല്ല. പക്ഷേ എനിക്ക് ഇതുവരെ കിട്ടിയ ക്യാരക്ടർ നല്ല ഒരു ചെറിയൊരു വ്യത്യാസമൊക്കെ വരുത്തി ബിബിൻ സാർ എൻ്റെ നല്ലൊരു ക്യാരക്ടർ ത്രൂ ഔട്ട് എന്നെ കൊണ്ടുപോയിട്ടുണ്ട്. അതിന് ഒത്തിരി നന്ദിയുണ്ട്. ആദ്യം തന്നെ പ്രൊഡ്യൂസറിനും ഡയറക്ടറിനൊക്കെ നന്ദി പറയുന്നു. നിങ്ങളെല്ലാവരും സിനിമ 8 തിയേറ്ററിൽ വന്ന് കണ്ടേ പറ്റുള്ളൂ. കാരണം ഞങ്ങളെല്ലാവരും അത്രയും കഷ്ടപ്പെട്ട് ചെയ്തേക്കുന്ന സിനിമയാണ്, അത്രയും സന്തോഷിച്ച് ചെയ്തേക്കുന്ന സിനിമയാണ്. ഞങ്ങൾക്ക് കിട്ടിയ സന്തോഷം നിങ്ങളിലേക്ക് കറക്റ്റായിട്ട് കമ്മ്യൂണിക്കേറ്റ് ആവട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. താങ്ക് യു സോ മച്ച്. യെസ്, അടുത്തതായി ഈ ഒരു വ്യക്തി എപ്പോൾ സ്ക്രീനിൽ വന്നാലും മിനി സ്ക്രീനിൽ വന്നാലും നമ്മളെയൊക്കെ എൻ്റർടൈൻ ചെയ്യിച്ചിട്ടേ ഉള്ളൂ. എന്താ പറയുക, ആക്ടർ, കോണ്ടന്റ് ക്രിയേറ്റർ, ആങ്കർ, ഞങ്ങളുടെയൊക്കെ ഗുരു എന്ന് വേണമെങ്കിൽ പറയാം. ജീവ ചേട്ടാ, ഹലോ കാലിക്കറ്റ്. ഹലോ കാലിക്കറ്റ്. താങ്ക് യു. കാര്യം ഞാൻ എപ്പോൾ കാലിക്കറ്റ് വന്ന ഹലോ കാലിക്കറ്റ് എന്ന് വിളിച്ചാലും ഇതല്ലെങ്കിൽ ഇതിൻ്റെ ഇരട്ട റെസ്പോൺസ് തന്നുകൊണ്ടിരുന്നതാണ്. സരിഗമപ്പ ചെയ്യുമ്പോൾ മുതൽ ഒരുപാട് സ്നേഹം തന്നുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് കാലിക്കറ്റുകാർ. കലയും കലാകാരന്മാരെ ഒരുപാട് സ്നേഹിക്കുന്ന നാട്ടിലേക്ക് വന്ന് ആദ്യമായിട്ടാണ് എനിക്കൊരു സിനിമയുടെ ഓഡിയോ ലോഞ്ചിന് വന്ന് നിൽക്കാൻ പറ്റുന്നത്. എൻ്റെ സിനിമയുടെ താങ്ക് യു ബേബി 21 ഗ്രാംസിലെ നിഖിൽ നാരായണനെ വിളിച്ചതിന് ശേഷം ഞാൻ വിടാതെ മുറുകെ പിടിച്ചത് കൊണ്ടാണ് എനിക്ക് റോണി എന്ന് പറഞ്ഞ ക്യാരക്ടറിനെ തന്നത് എന്നാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത്. അല്ലാതെ പലവട്ടം പറഞ്ഞിട്ടും അങ്ങനെ തന്നെ വിശ്വസിക്കാൻ എനിക്കിഷ്ടം. കാര്യം ടെലിവിഷൻ സ്ക്രീനിൽ സരിഗമപ്പ അങ്ങനെ 1-2 ഷോസിലൂടെയൊക്കെ നിങ്ങൾ എന്നെ കണ്ടിട്ടുണ്ടാവും. അതല്ലാതെ സിനിമയിൽ ഇങ്ങനെ പിച്ച വെച്ച് തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. ഇത്രയും വലിയ കാസ്റ്റിൻ്റെ കൂടെ ടെക്നിക്കലി ഇത്രയും ബ്രില്യൻ്റ് ആയ ഒരു ക്രൂവിൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ട് ആ സിനിമയുടെ പ്രൊമോഷൻസിൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ ഓഡിയോ ലോഞ്ചിന് കാലിക്കറ്റ് എന്ന് പറയുന്ന സ്ഥലത്ത് വന്ന് നിന്ന് ഞങ്ങളുടെ സിനിമയെ പറ്റി പറയാൻ സാധിക്കുക എന്ന് പറയുന്ന ഒരു വളർന്നു വരുന്ന കലാകാരനെ സംബന്ധിച്ച് ഒരുപാട് സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. ഇവരെല്ലാവരും പറഞ്ഞ പോലെ ഓഗസ്റ്റ് 8 ഞങ്ങളുടെ കുഞ്ഞു സിനിമ ഞങ്ങൾ പറയുന്നില്ല, നിങ്ങളെ കണ്ട് വലുതാക്കേണ്ട സിനിമ ഓഗസ്റ്റ് 8 റിലീസാകുകയാണ്. അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ പോയി കാണുക, എല്ലാവരെയും സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ ഇതുവരെ എല്ലാ കലാകാരന്മാരെയും സപ്പോർട്ട് ചെയ്ത പോലെ ഞങ്ങളെയൊക്കെ സപ്പോർട്ട് ചെയ്യുക.
പിന്നെന്താ പിന്നെ എന്തൊക്കെയാണ് പറയാനുള്ളത്? പിന്നെ നേരത്തെ പറഞ്ഞായിരുന്നു ബിബിൻ ചേട്ടന്റെ പുറകെ നടന്ന് കഷ്ടപ്പെട്ട് മേടിച്ച റോളാണല്ലേ? ഞാൻ പറഞ്ഞത് ഓക്കെ, അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറയുമ്പോ എന്താ പോലെ എന്ന് ഞാൻ പറയുന്നില്ല. നമുക്ക് വേറെ വിഷയത്തിലേക്ക് കിടക്കാം. എല്ലാവരും ചിരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. അതായത് എപ്പോഴും എന്നല്ല, പക്ഷെ എന്നാൽ പോലും സ്ക്രീനിൽ വരുമ്പോഴായാലും ഇപ്പൊ ഇൻസ്റ്റാഗ്രാമിലായാലും സോഷ്യൽ മീഡിയയിലായാലും ഈ ഒരു ട്രെയിലർ കണ്ടിട്ട് ഞങ്ങൾ നോക്കുന്ന ഫുൾ കലിപ്പനെന്നാണ് മനസ്സിലായത്. എന്റെ ശക്തമായ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗൗരീനെ അടിച്ചു വെക്കാറും ജീവചേട്ടനാണ്. ഒരു ആണോ? കാണാൻ വൃത്തിയുള്ള നാറിയെന്ന് വിചാരിച്ചാൽ അങ്ങനെയാണ്. ഇതിൽ നമ്മുടെ സിനിമ കോമഡി കൈകാര്യം ചെയ്യുന്നുണ്ട്, ആക്ഷൻ കൈകാര്യം ചെയ്യുന്നുണ്ട്, ചെറിയ ത്രില്ലർ മൂഡുണ്ട്, അഡ്വഞ്ചറാണ്, റൊമാൻസ്. അത് പിന്നെ റംസാന് മാത്രം. ബാക്കിയുള്ള അടി ഇടി ചവിട്ട് കുത്തൊക്കെ ഞങ്ങൾക്ക് മാത്രം. നമ്മുടെയൊക്കെ മോൻ കാണുമ്പോൾ നമ്മൾ ഓരോ പ്രൊമോഷന് പോകുമ്പം നമ്മുടെ ഡയറക്ടർ പറയും ഇതിൽ നമ്മുടെ ഈ സിനിമയിൽ എല്ലാ ജോണറും ഉണ്ടെന്ന് എടുത്തെടുത്ത് പറയണം എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സില്ലാ മനസ്സോടെ ആണെങ്കിലും നമ്മൾ റൊമാൻസ് എന്ന് പറയുന്നത് ഒരു നായകൻ വളർന്ന് രക്ഷപ്പെട്ട് പോട്ടെ എന്നുള്ളൊരു ഉദ്ദേശം കൊണ്ടാണ്. നമ്മളെ ചവിട്ടിയിട്ടാണെങ്കിലും ഒരാൾ ഇൻഡസ്ട്രി രക്ഷപ്പെടുന്നത് കുഴപ്പമില്ല എന്ന് വിശ്വസിക്കാനാണ് ആസ് ആൻ ആക്ടർ ഞാൻ ആഗ്രഹിക്കുന്നത്. ഇതൊക്കെ കേട്ടിട്ട് വിനയം വിട്ട് നിൽക്കുന്ന കണ്ടില്ലേ അവിടെ? ഓക്കെ, എനിവേസ് അടിപൊളിയാവട്ടെ. ഇത് അടുത്തൊരു ചവിട്ടുപടിയാവട്ടെ സിനിമ ഇൻഡസ്ട്രിയിലേക്ക്. ഒരുപാട് മൂവീസ് വരട്ടെ. താങ്ക് യു സോ മച്ച്. അപ്പോൾ മറക്കണ്ട, ഓഗസ്റ്റ് 8-ാം തീയതി നിങ്ങളുടെ ഏറ്റവും അടുത്തുള്ള തിയേറ്റർ, അവിടെ ടിക്കറ്റ് കിട്ടിയില്ലെങ്കിൽ കുറച്ചുകൂടെ ദൂരെ പോയി പടം കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഫ്രണ്ട്സിനെ ഫാമിലി ആയിട്ട് പോയിട്ട് സിനിമ കാണാൻ. ഞങ്ങളുടെ ഓണം മൂഡ് ഇറങ്ങിയപ്പോൾ നിങ്ങൾ തന്ന സ്വീകരണം, സന്തോഷാക്കി ഇറങ്ങിയപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയ സ്വീകരണം, ഇന്ന് നമ്മുടെ പിന്നെ ഇമ്പാച്ചി പാടിയ പോക്കറ്റിൽ എന്ന് പറഞ്ഞ പാട്ട് റിലീസായിട്ടുണ്ട്. അടി തിരിഞ്ഞ് പാട്ട് റിലീസായിട്ടുണ്ട്. അപ്പോൾ അതിന് തന്ന സ്നേഹം നിങ്ങൾ എല്ലാവരും തരണം. ഓഗസ്റ്റ് 8-ാം തീയതി ഞങ്ങളുടെ ദിവസമാക്കി മാറ്റണം. ഏതൊരു കലാകാരനും വെള്ളിയാഴ്ച ദിവസം എന്ന് പറയുന്നത് അവരുടെ ദിവസമാകാനാണ് ഇഷ്ടം. അപ്പോൾ ഓഗസ്റ്റ് 8-ാം തീയതി വെള്ളിയാഴ്ച നിങ്ങൾ ഞങ്ങൾക്ക് തരണം. ഓക്കെ, താങ്ക് യു സോ മച്ച്. ലവ് യു കാലിക്കറ്റ്. താങ്ക് യു വെരി മച്ച്. അപ്പോൾ അടുത്തത് എനിക്ക് തോന്നുന്നു ഈ ഒരാള് ഏതൊരു ക്യാരക്ടറായിട്ട് സിനിമയിൽ വന്നാലും ഒരു സീനിൽ വന്നാലും നമ്മൾ ഒത്തിരി വിശ്വസിപ്പിക്കുന്നത് ആ ക്യാരക്ടറായിട്ട് ജീവിക്കുന്ന ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തിന് നമുക്ക് മൈക്ക് പാസ് ചെയ്യാം. നമസ്കാരം. അപ്പോൾ ഒരു പാട്ട് ഹിറ്റായതിനു ശേഷം ഇങ്ങനെ ഒരു ഓഡിയോ ലോഞ്ചിൽ പങ്കെടുക്കുന്നതിൻ്റെ ഒരു സന്തോഷം, ഒരുപാട് വലിയ സന്തോഷമാണ്. അപ്പോൾ പാട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ പാട്ട് നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾ എന്താണോ ഈ സിനിമയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് അത് തീർച്ചയായിട്ടും ഈ സിനിമയിൽ ഉണ്ടാവും. ഇതൊരു കളർഫുൾ എൻ്റർടൈനറാണ്. അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ വന്ന് തന്നെ സിനിമ കാണും എന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു സോ മച്ച്. ആൻഡ് ഇനി നമുക്ക് ചെസ്സയ്ക്ക് മൈക്ക് പാസ് ചെയ്യാം. വൺ ഓഫ് ദ ബെസ്റ്റ് ബ്യൂട്ടിഫുൾ ആക്ടേഴ്സ് ദാറ്റ് വി ഹാവ് ഇൻ മലയാളം ഇൻഡസ്ട്രി. ടെസ്സ. Thank you so much. Hello Calicut. Hello. ആദ്യം തന്നെ നിങ്ങളോട് എല്ലാവരും ബിഗ് താങ്ക് യു. കാരണം ഇതൊക്കെ നിങ്ങളുടെ ഫാമിലി ടൈമാണ്. ഞങ്ങൾ വരുന്നെന്ന് അറിഞ്ഞിട്ട് നിങ്ങൾ അതെല്ലാം മാറ്റിവെച്ച് ഞങ്ങളെ ഇങ്ങനെ നോക്കിയൊക്കെ നിൽക്കുന്ന കാണുമ്പോൾ ഞങ്ങൾ പറയുന്നതൊക്കെ കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ എല്ലാവരും പറയുന്നുണ്ടായിരുന്നു നമ്മുടെ മൂവി റിലീസ് ചെയ്യാണെന്ന്. പലതവണ ഡേറ്റ് പറഞ്ഞു. എല്ലാവരും ഓർക്കുന്നുണ്ടോ എന്നാ ഡേറ്റ്? എക്സാക്ട്ലി 8th. അപ്പോൾ 8th നിങ്ങൾ എല്ലാവരും ഇതുവരെ നമ്മൾ സപ്പോർട്ട് ചെയ്ത പോലെ തന്നെ 8th എല്ലാവരും തിയേറ്ററിൽ പോയി മൂവി കാണണം. പിന്നെ നമ്മുടെ പാട്ടുകളൊക്കെ ഇറങ്ങിയപ്പോൾ നിങ്ങൾ കുറേ പേരൊക്കെ അതിൻ്റെ റീലൊക്കെ ചെയ്തു. അതിനൊക്കെ ഒരുപാട് താങ്ക്സ്. എല്ലാവർക്കും എല്ലാം ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് അറിയുന്നതിലും വളരെ സന്തോഷം. ഞാൻ മൈക്ക് അടുത്ത ആൾക്ക് പാസ് ചെയ്യാം. അപ്പോൾ താങ്ക് യു വൺസ് അഗൈൻ കാലിക്കറ്റ്. താങ്ക് യു, ലവ് യു ഓൾ. താങ്ക് യു സോ മച്ച്. ഇനി അടുത്തൊരു ഓൾ ഇൻ ഓൾ പെർഫോമറെ നമുക്ക് വെൽക്കം ചെയ്താലോ? കണ്ടന്റ് ക്രിയേറ്റർ, റേഡിയോ ജോക്കി, വീഡിയോ ജോക്കി, ആക്ടർ. ഹിയർ വി ഹാവ് അത് തന്നെ വർഷ. അപ്പുറത്ത് നോക്കിയിട്ട് എന്നെയാണോ? അല്ല, ഞാൻ ആലോചിക്കുന്നത് എവിടുന്ന് ആരെയോ പറയണം. അപ്പം ഓക്കെ, സോ ഹലോ, എന്ത് പറഞ്ഞ് തുടങ്ങണമെന്ന് കുറേ നേരം ഞാൻ ആലോചിച്ചു. സ്ഥിരം ഡയലോഗ് തന്നെ പറയാമെന്ന് ചോദിക്കുന്നു. അതായത് എൻ്റെ അമ്മമ്മയുടെ വീട് കോഴിക്കോടാണ്, മീൻചന്തയിലാണ്. അപ്പം ഒബ്വിയസ്ലി വെക്കേഷനൊക്കെ വന്ന് വളർന്നിട്ടുള്ളൊരു സ്ഥലമാണത്. ഇവിടെ നമ്മുടെ സിനിമയുടെ ഒരു പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് വരാൻ പറ്റിയതിൽ ഭയങ്കര സന്തോഷമുണ്ട്. എല്ലാവരും ഉഷാറായിട്ട് തന്നെ ഇരിക്കുന്നേ? സുഖം എല്ലാവർക്കും? ഉഷാറ് കുറവുണ്ട്. ഞാൻ പൊതുവേ കോഴിക്കോട് കണ്ടിട്ടുള്ള ക്രൗഡിൻ്റെ ശബ്ദം ഇതല്ല. ഇവർ കുറച്ച് പേരൊക്കെ എറണാകുളത്തു നിന്നും അവിടുന്ന് ട്രിവാൻഡ്രത്തു നിന്നൊക്കെ വരുന്ന ആൾക്കാരുണ്ട്. സോ അവർക്ക് ഈ എന്താ പറയുക, ഇവിടുത്തെ ആൾക്കാരുടെ ഒരു ഇത് ശബ്ദം ഒന്ന് കേൾപ്പിച്ചെടുക്കാൻ പറ്റുമോ? ഇല്ല എന്നാണോ പറയണേ? ഇല്ല.
ഇല്ല സാറ് കുഴപ്പമില്ല. എനിവേ അപ്പം ഓഗസ്റ്റ് 8-ന് ഞങ്ങളുടെ സിനിമ ഇറങ്ങുകയാണ്. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല, സിനിമയെ പറ്റി എല്ലാവരും പറഞ്ഞിട്ടുണ്ട്. അപ്പം എല്ലാവരും പോയിട്ട് കാണണം, സപ്പോർട്ട് ചെയ്യണം. അത്രയേ ഉള്ളൂ. താങ്ക് യു സോ മച്ച്. താങ്ക് യു. അത് ശരിയല്ലല്ലോ. വർഷം നമ്മളുടെ എല്ലാവരുടെയും ആ ഒരു എനർജി ഒന്ന് കാണിച്ചു തരുമോ ചോദിച്ചപ്പോ നിങ്ങളൊക്കെ എന്താ മിണ്ടാണ്ടിരുന്നേ? വർഷം എനിക്ക് തോന്നുന്നു ഒന്നും കൂടെ ചോദിച്ചു ഇവരെല്ലാവരും നല്ല അടിപൊളിയായിട്ട് ഒച്ചത്തിൽ ഒച്ച വയ്ക്കും. കാരണം കുറച്ച് മുമ്പ് ഒരു നല്ല ഒച്ച ഉണ്ടായിരുന്നു. ഒന്നും കൂടെ ചോദിച്ചേ. ഞാൻ ഒരു തവണ വെച്ചപ്പോ അവിടുന്ന് ആരോ പറഞ്ഞു ഇല്ല എന്ന് പറഞ്ഞു. അതിൽ ഞാൻ ജസ്റ്റ് ഒരു ഹായ് പറഞ്ഞു ഇപ്പൊ നോക്കി ഇവരെല്ലാവരും ഒച്ച വയ്ക്കും. മക്കളെ നല്ല ശബ്ദത്തിൽ ഒരു ഹായ് തിരിച്ചു തരാൻ പറ്റുമോ? ഓക്കെ, അപ്പം ഹലോ. Amazing. All right, so now we have the beautiful Jessie. എല്ലാവർക്കും നമസ്കാരം. ഇത്രയും വലിയൊരു ക്രൗഡിൻ്റെ മുമ്പിൽ സാഹസം ടീമിൻ്റെ ഭാഗമായിട്ട് ഇവിടെ എത്താൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. പ്രിയ എന്നൊരു ക്യാരക്ടറാണ് ചെയ്യുന്നത്. പല പല ട്രാക്സ് ഉണ്ട്. നിങ്ങൾ ഇപ്പോൾ ട്രെയിലറും സോങ്ങും കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. അതിലെ IT കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ഒരു പ്രിയ എന്നൊരു ക്യാരക്ടറാണ് ചെയ്യുന്നത്. ഇതുവരെ തന്ന സപ്പോർട്ടും ഇതിനുണ്ടാവും, ഈ സിനിമയ്ക്ക് ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. സോ എല്ലാവരും ഓഗസ്റ്റ് 8-ന് തിയേറ്ററിൽ തന്നെ വന്ന് കാണാം. നിങ്ങൾ എൻ്റർടൈൻ ചെയ്യിക്കുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം, എല്ലാവരും പറഞ്ഞ പോലെ. സോ നിങ്ങൾ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു വെരി മച്ച്. ഇനി നമുക്ക് ഹരിക്ക് മൈക്ക് പാസ് ചെയ്യാം. യെസ്, ഹിയർ വി ഹാവ് ഹരി. ഹരിക്ക് നല്ലൊരു ഐഡിയ കൊടുക്കണം. ഈ മൂവിയിൽ എനിക്ക് തോന്നുന്നു ഒരു അടിപൊളി ക്യാരക്ടർ ചെയ്തിരിക്കുന്നത് ഹരിയാണ്. ഹരി കോഴിക്കോട്ടുകാരെ ഹരിയുടെ വാക്കുകൾ കേൾക്കാൻ നിൽക്കുകയാണ്. ഇത്രയും പേരൊക്കെ ആദ്യമായിട്ട് കാണുന്ന ടെൻഷനിലാണ് ഞാൻ നിൽക്കുന്നത്. ഇവിടെ പറയാനുള്ളതൊക്കെ ഇവരൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എനിക്ക് സിനിമയിൽ അവസരം തന്ന ബിപിൻ ചേട്ടനോടും അതിനുവേണ്ടി കയ്യിൽ കാശ് മുടക്കി ഇറങ്ങിയ ചേട്ടനോടും ആദ്യം നന്ദി. ഈ പടത്തിൽ എൻ്റെ ക്യാരക്ടർ ഒരു പപ്പൻ എന്നാണ്. ഈ പടം നിങ്ങൾ ട്രെയിലറിലൊക്കെ കണ്ട പോലെ കുറച്ച് കേയോസ് ഒക്കെ പറഞ്ഞ ഒരു എൻ്റർടൈനറാണ്. നിങ്ങൾ ഇത്രയും പേരെല്ലാം ഒരുപാട് പേര് ഈ പടത്തിൽ ഇറക്കിയിട്ടുണ്ട്. അവരെല്ലാം കഷ്ടപ്പെട്ട് പണിയെടുത്തിട്ടുണ്ട്. അതിൻ്റെ റിസൾട്ട് പടത്തിൽ ഉണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. ഇല്ല, ഉണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. അർപ്പിക്കുന്നത്. അപ്പോൾ എല്ലാവരും 8-ാം തീയതി പടം പോയി കാണണം, കണ്ടിട്ട് അഭിപ്രായം പറയണം. ഇത്ര എനിക്ക് പറയാനുള്ളൂ. താങ്ക് യു. Thank you very much. And yes, it's time for Karthik. എനിക്കൊരു മാളിൻ്റെ നടക്കുന്ന എങ്ങനെ പെരുമാറട്ടെന്ന് അറിയില്ല. സാധാരണ ഞാൻ മാളിലൊക്കെ വന്ന് ഷർട്ടിൻ്റെയും പാൻറ്റിൻ്റെയൊക്കെ വില നോക്കിയിട്ട് തിരിച്ചു പറയാൻ വരും. ആദ്യമായിട്ടാണ് ഇങ്ങനെ നിൽക്കാൻ പറ്റുന്നത്. ഭയങ്കര സന്തോഷമുണ്ട്. അപ്പോൾ എല്ലാവരും പറഞ്ഞ പോലെ ഓഗസ്റ്റ് 8-ാം തീയതി എന്ന് എടുത്തെടുത്ത് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് തോന്നുമെന്ന് അറിയില്ല. പക്ഷേ ഓഗസ്റ്റ് 8-ാം തീയതി ആയതുകൊണ്ട് ഞാനും പറയുന്നു. അപ്പോൾ എല്ലാവരും കാണുക, സപ്പോർട്ട് ചെയ്യുക. എനിക്ക് സിനിമ എന്ന് പറഞ്ഞാൽ പുതിയ ലോകമാണ്. അപ്പോൾ കുറേ സീനിയേഴ്സിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റി, അതുപോലെ എൻ്റെ പ്രായത്തിലുള്ളവരുടെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റി. അപ്പോൾ രണ്ടിൻ്റെയും ഒരു മിക്സ് ആയതുകൊണ്ട് ഭയങ്കര സന്തോഷമുണ്ട്. അപ്പോൾ എല്ലാവരും കാണുക, അഭിപ്രായങ്ങൾ പറയാം. താങ്ക് യു വെരി മച്ച്. അപ്പോൾ എനിക്ക് തോന്നുന്നു നിങ്ങൾ ഓൾമോസ്റ്റ് ട്രിവാൻഡ്രം തൊട്ട് കാസർഗോഡ് വരെയുള്ള ഓൾമോസ്റ്റ് എല്ലാ കോളേജസിലും എല്ലായിടത്തും പോയിട്ട് നമ്മൾ അടിപൊളിയായിട്ട് പ്രൊമോഷൻസ് ചെയ്യുന്നുണ്ട്. അവിടെ എല്ലാം മിസ്സാവാണ്ട് ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. എന്താണത്? ഡാൻസ്. യെസ്, ഡാൻസ്. അപ്പോൾ ഉറപ്പായിട്ടും നമ്മൾ കോഴിക്കോടുകാർക്ക് വേണ്ടിയിട്ട് ആ ഒരു ഡാൻസ് പെർഫോം ചെയ്യുന്നതായിരിക്കും. ബട്ട് ഇൻ ബിറ്റ്വീൻ ആ ഡാൻസിന്റെ മ്യൂസിക് റെഡി ആവുന്നത് വരെ നമുക്ക് ഓഡിയൻസിന് ഒരു ചെറിയ പ്രോമിസ് ഞാൻ കൊടുത്തിരുന്നു. അവർക്ക് എന്തെങ്കിലും ചോദ്യം ഉണ്ടെങ്കിൽ ഒരു 1-2 ക്വസ്റ്റ്യൻസ് അവർക്ക് ചോദിക്കാമെന്ന്. സോ ഓഡിയൻസ്, ഹിയർ വി ഹാവ് ദാറ്റ് ഓപ്പർച്യൂണിറ്റി. ആർക്കാണ് ചോദ്യം ചോദിക്കാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചോദിക്കാം. യെസ്, ദേ അവിടെ ഒരു തട്ടമിട്ട ഉമ്മച്ചിക്കുട്ടി ഒരു ചോദ്യം ചോദിക്കാൻ റെഡിയാണ്. ആരോടാണ് ചോദിക്കുന്നത്? നമ്മളെ എല്ലാവരോടും ചോദിക്കുന്നുണ്ടോ? ഓക്കെ, പേരെന്താണ്? ജഹല. ഓക്കെ, ഷഹലക്ക് എല്ലാവരോടും ക്വസ്റ്റ്യൻ ചോദിക്കാനുണ്ട്. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ അല്ലേ ഉള്ളൂ? പാട്ട് ഇറങ്ങുമ്പോ അടിപൊളിയായി, സിനിമ ഇറങ്ങുമ്പോ തൂക്കോ? എനിക്കൊന്ന് ജീവച്ചേട്ടനാണ് ഏറ്റവും മെനച്ചടിക്കാനുള്ള ആൻസർ പറഞ്ഞോളൂ. ചെക്ക് എന്നെ തൂക്കണ്ടേ? സഹല അല്ലേ? ഷഹലയും ഫാമിലി ഫ്രണ്ട്സും കണ്ടാ തൂക്കും. ഷഹലയും ഫാമിലി ഫ്രണ്ട്സും കാണുമോ? കണ്ട് ഇഷ്ടപ്പെട്ട ഫ്രണ്ട്സിനോട് പറയുമോ? ശക്തിക്ക് പറ. അങ്ങനെയാണ് ഞങ്ങൾ തൂക്കിയിരിക്കും.